പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ആമേൻ. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ആമേൻ. ഏത് സാഹചര്യത്തിലും നമ്മോട് വിശ്വസ്തത കാണിക്കുന്ന കർത്താവ്, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് നമ്മെ ഉറപ്പിച്ച് നമ്മെ കാത്തുകൊള്ളും. ദൈവകരങ്ങളെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നാം ഏത് അവസ്ഥയിലായിരുന്നാലും കർത്താവ് വിശ്വസ്തനായിരിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായിരിക്കുന്നു. ഏത് പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോയാലും വചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവ് വിശ്വസ്തൻ. നമ്മുടെ ദൈവം വിശ്വസ്തൻ. വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇതുവരെയും കൊണ്ടുവന്ന കർത്താവ് വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വസ്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ എത്ര ദുഷ്ടപ്രതിസന്ധികൾ നമുക്കെതിരെ കടന്നു വന്നാലും അതിലകപ്പെടാതെ വണ്ണം കർത്താവ് നമ്മെ കാക്കും. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വചനം. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വചനം. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. കർത്താവ് നമ്മെ ഉറപ്പിക്കും. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ആമേൻ, വിശ്വാസത്തോടെ നമ്മെ സമർപ്പിക്കുമെങ്കിൽ കർത്താവ് നമ്മെ ഉറപ്പിക്കും. എവിടെ നിലനിർത്തത്തില്ല എന്ന് ശത്രു വാദിക്കുന്നുവോ അവിടെ കർത്താവ് നമ്മെ ഉറപ്പിക്കും. ആമേൻ. സ്തോത്രം. ഏത് പ്രതിസന്ധിയിലാണോ നാം ഇളകിപ്പോകും, അല്ലെങ്കിൽ നാം വഴുതിപ്പോകും എന്ന് തോന്നുന്നതോ അവിടെ കർത്താവ് നമ്മെ ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഇപ്പോൾ ദുഷ്ടനുണ്ട്, സകല ഈ ഭൂലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് ലേഖനങ്ങളിൽ നാം വായിക്കുന്നു. ആമേൻ. പത്രോസ് എഴുതിയ 2-ാം യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അവസാന 5-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുവാൻ കഴിയും. സകല ലോകവും ആമേൻ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു, കർത്താവ് നമ്മെ ഉറപ്പിച്ച്, വിശ്വസ്തനായ ദൈവം ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാത്തുകൊള്ളും. ആമേൻ. നമ്മെ ഉറപ്പിക്കുന്നത് ഒരു മനുഷ്യരല്ല, നമ്മെ കാക്കുന്നത് ഒരു മനുഷ്യരല്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തനായ ദൈവം നമ്മെ ഉറപ്പിക്കും, നമ്മെ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനങ്ങൾ വായിക്കുന്നു. ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നു എന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉറച്ചിരിക്കുന്നു. എന്താ? ആമേൻ. ദൈവ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരിലൂടെ കൊടുക്കുന്ന ആലോചനകൾ, ആമേൻ, ആജ്ഞാപിക്കുന്ന കാര്യങ്ങൾ, ഉപദേശങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. അതെ, ആ ഉറപ്പ് നമുക്കുണ്ടായിരുന്നാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഉപദേശത്തിൽ, വചനത്തിൽ നിലനിൽക്കുവാൻ ഉറപ്പോടുകൂടെ ആ ഒരു കർത്താവിൽ നമുക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനത്തിൽ കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ആമേൻ. 3-ാം അധ്യായം 1-2 വചനങ്ങളിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ചു മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. ആമേൻ. അപ്പോൾ നമ്മളിലൂടെ ഒന്നാമത് കർത്താവിൻ്റെ വചനം വേഗം വ്യാപിക്കണം.
യെസ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം വേഗം വ്യാപിക്കണം, അത് മഹത്വപ്പെടണം, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. കർത്താവിൻ്റെ വചനം വ്യാപിക്കണം. എവിടെയാ? വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ ആമേൻ അവർ പാർക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടാണ് ദൈവം പറയുന്നത്, കർത്താവോ വിശ്വസ്തൻ. നമ്മെ ഓരോ ആമേൻ സ്തോത്ര പ്രവൃത്തികൾക്ക് ആ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ ഉറപ്പിക്കും. ഹല്ലേലൂയ. എത്ര വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കൈ നമുക്കെതിരെ കടന്നു വന്നാലും നാം വായിച്ച വചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവം വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് നമ്മെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാക്കും. പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ ഉറച്ച് ദൈവസന്നിധിയിലായിരിക്കാം. നാം എവിടെ ഉറയ്ക്കണം? 4-ാം വചനത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ, അപ്പോസ്തലിക ഉപദേശത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ നാഥ, അങ്ങ് വിശ്വസ്തനായ ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അപ്പാ, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം വേഗം ഞങ്ങളിലൂടെ വ്യാപിക്കുവാനും മഹത്വപ്പെടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ ക്രിസ്തുവിൽ അപ്പോസ്തലിക ഉപദേശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ സാക്ഷികളായി നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നാഥ കർത്താവേ, ഹല്ലേലൂയ. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യർ അല്ല എങ്കിൽ ഹല്ലേലൂയ ശത്രു ഉപയോഗിക്കുന്ന വ്യക്തികൾ, ഹല്ലേലൂയ ശത്രു ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ഞങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിലും ഹല്ലേലൂയ വിശ്വസ്തനായ കർത്താവ് ഞങ്ങളെ ഉറപ്പിച്ച് ഞങ്ങളെ ശക്തീകരിച്ച് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും എന്ന വാഗ്ദത്തം ഞങ്ങൾ മുറുകെ പിടിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം വലിയവ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ഏത് പ്രതിസന്ധികളോടുകൂടെ ഈ വചനം കേൾക്കുന്ന ആരായിരുന്നാലും അവർ ഏത് പ്രതിസന്ധിയിലിരുന്നാലും കർത്താവ് വിശ്വസ്തനായ എൻ്റെ ദൈവം അവരെ ഉറപ്പിച്ച് ശക്തീകരിച്ച് അപ്പാ നിലനിർത്തി അപ്പാ സ്തോത്രം അങ്ങ് കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്ത കർത്താവ് സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മേവരെയും ഈ വചനപ്രകാരം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.